ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ്, കുറച്ച് റവ, ഇത്രയും സാധനങ്ങൾ, പിന്നെ വെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പഴം നെയ്യിൻ്റെ അകത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇത് റെഡിയാക്കാനുള്ള പാത്രമാണത്. എന്നിട്ടാണ് നമ്മളിതിനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കുറച്ച് പാലും ആവശ്യമാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പാൽ വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ പാലില്ലാതെയും നമുക്കാക്കാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കേ, അപ്പോൾ ഇതാ പാലിന് എടുത്താൽ വെക്കട്ടെ. കുറച്ച് ദൂരോട്ടായിപ്പോയി പാല് വെച്ചത്. ഇതാ പാലും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ആവശ്യമാണെങ്കിൽ നമുക്ക് പാലും കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വെല്ലം ഇതാ അപ്പുറത്തൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കണേ. അത് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി പറയാനില്ല. ഏലക്കായൻ്റെ പൊടിയുണ്ട്, അത് നമുക്കൊരു ടേസ്റ്റിന്. അപ്പം ഞാനിത് ഇളക്കി കൊടുക്കട്ടെ ഗൈസ്. നെയ്യിൽ നമ്മൾ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ഇത് നെയ്യ് ഇങ്ങനെ വഴറ്റിയെടുത്ത പോലെ എടുക്കണം. അപ്പം അത് വഴന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, പഴം നല്ല അടിപൊളിയായിട്ട് എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് റവ. അപ്പോൾ ഇത് പഴവുമായിട്ട് നമുക്ക് നല്ലോണം കൂട്ടി യോജിപ്പിക്കണം. റവയും പഴവും നല്ല അടിപൊളിയായിട്ട് യോജിപ്പിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെയാണ് യോജിപ്പിച്ചെടുക്കുന്നത്. എല്ലാം റവ പഴത്തിലെല്ലാം ചേർന്ന് കിട്ടും. ഇങ്ങനെ കണ്ട ഇതേപോലെ ചേർന്ന് കിട്ടണം. എന്നിട്ടാണ് നമുക്കിതിലേക്ക് വെല്ലം ഉരുക്കിയത് അരിച്ചൊഴിക്കേണ്ടത്. വെല്ലത്തിൽ കല്ലെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പം അതെല്ലാം മാറ്റി നമുക്ക് ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. അതെല്ലാം വേണ്ടവരിക്കിടാം. ഞാനൊന്നും ഇടാണ്ടാണ് ഇതാക്കുന്നത്. വെറും ഇതിൻ്റെ ഇത് മാത്രം. അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വേറെയൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് മാത്രം ഇട്ടിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഒന്നുമില്ല, അധികം കരടൊന്നുമില്ലാത്ത ടൈപ്പായതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇനി നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളെ റവയും പഴവും വെല്ലവും എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം.
ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റിന്. ഏലക്കായിൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. പാലൊന്നും ഒഴിക്കണ്ട, ഇത് തന്നെ മതി. ഇതിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട്. പോരെങ്കിൽ ഒഴിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ വേണ്ട, ഇത് തന്നെ ധാരാളം. അപ്പം ഞാൻ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തു. ഞാനിത് തീ കൂട്ടി വെച്ചിട്ടില്ല, ഏറ്റവും സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ടില്ല. ഇനി ഒന്ന് ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അധികമൊന്നുമില്ല, ഇതാ ഉണ്ടാ ഒന്ന്. അപ്പം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള 4 മണി പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഇത് നല്ലോണം കുറുകി വരണം, എന്നാൽ മാത്രമേ എടുക്കാൻ പറ്റൂ. ഇതിന്നിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിനാവും. അപ്പം നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം, എന്നിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിനാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഏകദേശം വഴന്ന് വന്ന് പാത്രത്തിൽ നിന്ന് വിടുന്ന പാകത്തിനായി. അപ്പോൾ കുറച്ചുകൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണ്ടിക്കില്ലാന്ന് ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പ് അല്ലേ നിലക്കടല അതെല്ലാം വേണ്ടിക്കിലീന് ആക്കി കൊടുക്കാം. ഞാനതൊന്നും ഇടാണ്ടുള്ളതാണ് ഈ 4 മണി പലഹാരം ആക്കുന്നത്. കണ്ട, നെയ്യിൽ നല്ല അടിപൊളിയായിട്ട് ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വിട്ട് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ഞാൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ കേക്കിനില്ലേ ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തങ്ങ് മാറ്റി. ഉണ്ടല്ലോ. അപ്പോൾ റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള അടിപൊളി 4 മണി പലഹാരം ഇവിടെ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരുക, സബ്സ്ക്രൈബ് തരുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്നുള്ള പരിപാടിയുണ്ട് ഇപ്പം, അതും കൂടി എല്ലാവരും ചെയ്ത് നമ്മൾക്ക് പോയിൻ്റ് നേടിത്തരുക. ഇതെല്ലാം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അടിപൊളിയായിട്ടായിട്ടുണ്ട്. വേഗം തന്നെ മാറ്റാം, ഇനി പിന്നെ അധികം ഇതായി പോവും. അപ്പോൾ ഇതാ അതിൻ്റെ പാകത്തിന് തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇടുന്നുണ്ടേ. കണ്ടല്ലോ, പാത്രത്തിലേക്ക് എടുത്തിട്ട് അപ്പം നമുക്കിനി അത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ആക്കി വെച്ചോളൂ. സ്പൂണിൽ നെയ്യാക്കിയിട്ട് ആക്കുന്നതാണ് നല്ലത്. ഇതിനെ കൊണ്ടാക്കിയാലും ആവുകയും ചെയ്യും, എന്നാലും സ്പൂണിൽ നെയ്യ് തടവിയിട്ടാകുമ്പോൾ നല്ല കണ്ടീഷനായിട്ട് കിട്ടും. ഈ ചൂടോടെ തന്നെ ചെയ്യണം, തണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അടിപൊളിയായിട്ട് നമ്മുടെ 4 മണി പലഹാരം ഇവിടെ ഇതാ റെഡിയായിരിക്കുകയാണ്. കണ്ട, ഞാനിതെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ കിടിലൻ 4 മണി പലഹാരം ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. റവയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഈ 2 സാധനം കുറച്ച് നെയ്യും മാത്രം വെച്ചിട്ടുള്ള പലഹാരമാണിത്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എഴുതി അറിയിക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ബൈ.